ശ്ലോകം 2. വിനിര്യതസ്തവ ചരണാംബുജദ്വയാ. വിനിര്യത പുറപ്പെടുന്ന, നിർഗമിക്കുക, വീട്ടിൽ നിന്ന് നിർഗമിക്കുക. വെളിയിലേക്കാണല്ലോ നമ്മൾ പോവുക. അങ്ങനെ പുറപ്പെടുന്ന തവ ചരണാംബുജദ്വയാ, അങ്ങയുടെ ആ 2 പാദങ്ങൾ, ചരണ അംബുജം, അംബുജം പോലെ മനോഹരമായ പാദങ്ങൾ, ചരണദ്വയം. ചരണാംബുജദ്വയാ, ആ 2 കാലിൽ നിന്ന് ഉദഞ്ചിതം, പൊന്തിയതായ. ആ കാല് എപ്പോൾ വെച്ച് മുന്നോട്ട് പോകുന്നുവോ അതിൽ നിന്ന് പൊടികൾ പൊന്തും. അതെങ്ങനെയുള്ളതാണ്? ത്രിഭുവന പാവനം രജഃ. ഈ 3 ലോകത്തിനെയും, ത്രിഭുവനം, 3 ലോകം എന്ന് പറഞ്ഞാൽ വെറും 3 ലോകമല്ല, 14 ലോകമാണ്. ബ്രഹ്മാണ്ടം, ഭൂമി നടുവിലും, മുകളിൽ 6ഉം താഴത്തെ 7. അങ്ങനെ ഈ 14 ലോകങ്ങളെയാണ് ത്രിഭുവനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചുരുക്കിയിട്ട് എന്ത് ചെയ്യണു? സ്വർഗം, ഭൂമി, പാതാളം എന്നാക്കി. മുകളിലുള്ള 6നെ സ്വർഗമായിട്ടും, മധ്യത്തിലുള്ള ഭൂമി, അതിൽ നമ്മളിപ്പോൾ ഇരിക്കുന്നു, താഴത്തുള്ള 7 പാതാളം. അങ്ങനെ ആ 14 ലോകം. ത്രിഭുവന പാവനം രജഃ. ഈ 14 ലോകത്തിനെയും പരിശുദ്ധമാക്കുന്നതായ പൊടി, ഭഗവാന്റെ കാലിൽ തട്ടി വരുന്ന പൊടി. ഈ പൊടി ആർക്ക് വേണം? മഹർഷയഃ. മഹർഷിമാർ ആ പൊടി എപ്പോഴാണ് കിട്ടുക എന്ന് പറഞ്ഞ് ഭഗവാന്റെ പിന്നാലെ നടക്കണം. പുളകധരൈഹി കളേബരൈഹി, എന്തൊന്നില്ലാത്ത രോമാഞ്ചം. ആ ഭഗവാന്റെ പൊടി ദേഹത്തിൽ തട്ടുന്ന സമയത്ത് ഒരു പുളകമുണ്ടാവുന്നു, രോമാഞ്ചമുണ്ടാവുന്നു. അങ്ങനെ രോമാഞ്ചത്തോടു കൂടിയ ആ ശരീരത്തോടുകൂടി ആ മഹർഷിമാർ ധൃതഭവതീക്ഷണോത്സവാഹ, ഭഗവാനെ ഈക്ഷണം ചെയ്യുക, കാണുക. ധരിക്കപ്പെട്ട ഈക്ഷണത്തിലുള്ളതായ കൗതുകം, അതാണ് ഭവതീക്ഷണോത്സവാഹ. അത് ഒരു ഉത്സവം പോലെ അവർ കൊണ്ടാടി. അപ്പോൾ എല്ലാ ദിവസവും മഹർഷിമാർ അവരെങ്ങനെയാണ്? ഇവർ കുട്ടികൾ കാണില്ല, കൃഷ്ണൻ കാണുന്നുണ്ടാവാം. കുട്ടികൾ കാണാതെ കണ്ട് ഭഗവാന്റെ പിന്നാലെ ആ പൊടി ശരീരത്തിൽ തട്ടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കും. ഇപ്പോൾ ആ പൊടി തട്ടണോ ദേഹത്തിൽ രോമാഞ്ചമുണ്ടാകുന്നു. ആ രോമാഞ്ചം അനുഭവിച്ചുകൊണ്ട് ധൃതഭവതീക്ഷണോത്സവാഹ, ഭഗവാനെ ധരിച്ചത്, കണ്ടത് ഒരു ഉത്സവമായിട്ട് അവർ കൊണ്ടാടി. അപ്പോൾ സാധാരണ ജീവാത്മാക്കളെ മാത്രമല്ല, മഹർഷീശ്വരന്മാരെ പോലും, മഹാഋഷി, അതാണ് മഹാഋഷിയാണ്. ഋഷിമാരിൽ വെച്ച് ശ്രേഷ്ഠന്മാരാണ് മഹർഷികൾ. ദേവർഷിയായ നാരദൻ, വസിഷ്ഠൻ മുതലായവർ മഹർഷികളാണ്. അവർ ഈ പൊടി തങ്ങളുടെ ശരീരത്തിൽ തട്ടി എന്തെന്നില്ലാത്ത പുളകത്തോടുകൂടി, രോമാഞ്ചത്തോടുകൂടി ഭഗവാന്റെ പിന്നാലെ പോവുകയും അങ്ങനെയുള്ള പോക്കിനെ ഒരു ഉത്സവമായിട്ട് ധൃതഭവതീക്ഷണോത്സവാഹ, ഏ ഭഗവൻ, അങ്ങയെ കാണുന്നത് തന്നെ ഒരു ഉത്സവമായിട്ട് അവരെല്ലാവരും ചിന്തിച്ചു. അങ്ങനെ അവരുടെ ജീവിതം പരിശുദ്ധമായി. ത്രിഭുവന പാവനം മാത്രമല്ല, ഏതൊക്കെ ജീവാത്മാക്കളുണ്ടോ ആ ജീവാത്മാക്കളുടെ എല്ലാവരുടെയും സകല പാപങ്ങളെയും ഹരിച്ചുകൊണ്ട് അവരെ പരിശുദ്ധന്മാരാക്കി
തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഓരോ അവതാരങ്ങളും എടുക്കുന്നത്. അതിൽ രാമാവതാരവും കൃഷ്ണാവതാരവും എപ്പോഴും ശ്രേഷ്ഠം. ഇവിടെ കൃഷ്ണാവതാരത്തിൽ ആ ഋഷീശ്വരന്മാർ ആരും കാണാതെ കണ്ട് അവരുടെ പിന്നാലെ നടന്ന് ഒരു ഉത്സവമായിട്ട് എത്ര കാലം ഭഗവാൻ ഈ വിധത്തിൽ നടന്നുവോ അത്ര കാലം ഭഗവാൻ അവരുടെ കൂടെ ഉണ്ട്.